തൃശ്ശൂർ ജില്ലയിലെ ഒരു മനോഹരമായ സ്റ്റേഷനായ കൊരട്ടിയങ്ങാടി സ്റ്റേഷനിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഞാനിവിടെ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ട്രെയിൻ സ്പോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ട്രെയിൻ സ്പോട്ട് ചെയ്യാം. അപ്പോൾ ഉച്ചതിരിഞ്ഞ് ഈ റൂട്ടിൽ ഈ എറണാകുളം പാലക്കാട് അല്ലെങ്കിൽ എറണാകുളം ഷൊർണൂർ ലൈനിൽ നല്ല അടിപൊളി ട്രെയിനുകൾ ഉച്ചതിരിഞ്ഞിട്ടുള്ള ട്രെയിനുകൾ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൊരട്ടിയങ്ങാടി സ്റ്റേഷനിലുണ്ട്. ഇവിടെ മെയിനായിട്ട് പാസഞ്ചർ ട്രെയിനും മെമു ട്രെയിനും മാത്രമാണ് കേട്ടോ സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഈ ഓഫീസിൽ പോയിട്ട് വരുന്നവർക്ക് രാവിലെ ഇവിടെ നിന്ന് ബൈക്ക് വെച്ചിട്ടൊക്കെ പോകുന്നവർ തിരിച്ച് ഇവിടെ വന്ന് ബൈക്ക് ഈ ഇൻ ആൻഡ് അറൗണ്ട് ഏരിയയിലുള്ളവർക്കൊക്കെ ഈ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള ചെറിയ സൗകര്യവും അങ്ങനത്തെ ഒരു കുഞ്ഞ് സ്റ്റേഷനോട്ടോ കൊരട്ടിയങ്ങാടി. അപ്പോൾ ഓഫീസിൽ പോയിട്ട് വരാനുള്ളവർക്ക് പോലെ പാസഞ്ചറും മെമു ട്രെയിനൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പുതിയ ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇനി ട്രെയിനായിട്ട് ഓരോ ട്രെയിനുകളായിട്ട് കാണാം ഇവിടെ വരുന്നത്. നമ്മളിതാ സ്റ്റേഷൻ്റെ മുമ്പിലത്തെ സൈഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ കാണുന്നൊരു ചെറിയ ഷെഡ് ഉണ്ട്, അതിൻ്റെ അടുത്ത് കാണുന്ന ബിൽഡിംഗ് ആട്ടോ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് തന്നെ നമുക്ക് ഇവിടെ ഉള്ളൂ, കുഞ്ഞ് സ്റ്റേഷൻ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഇവിടുത്തെ ഒരു കുഴപ്പം സെക്കൻഡ് പ്ലാറ്റ്ഫോം അപ്പുറത്ത് മറിഞ്ഞാട്ടോ നിൽക്കണത്. അപ്പോൾ നമുക്ക് ആ സൈഡിൽ കൂടെ വരുന്ന ട്രെയിൻ സ്പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിപ്പോൾ ഈ സൈഡിൽ ട്രെയിനുകൾ നോക്കി പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിൽ ഞാൻ പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്താണ്. എറണാകുളം പോകുന്ന ഒരു ഭാഗത്താട്ടോ ഞാനുള്ളത്. അപ്പുറത്തെ ലൈൻ തൃശ്ശൂരിലേക്ക് പോകുന്നത് അപ്പ് ലൈനും ഇപ്പോഴത്തേക്ക് ഡൗൺ ലൈനും ആട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡൗൺ ലൈനിലാണുള്ളത്. ഡൗൺ ലൈനിലാണ് സ്റ്റേഷൻ്റെ ബിൽഡിംഗ് വരുന്നത് കേട്ടോ. നമ്മുടെ JS സ്പോട്ട് ചെയ്യാൻ പറ്റിയിരിക്കുക കേട്ടോ. 12075. വന്നപ്പോൾ തന്നെ നമുക്ക് ജനശതാബ്ദി ആട്ടോ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ആലപ്പുഴ വഴിയാട്ടോ ഈ വണ്ടി സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് ആലുവയാണ്. ആലുവ കഴിഞ്ഞാൽ പിന്നെ എറണാകുളം സൗത്തിലാട്ടോ. നോർത്തിൽ പോയില്ല. നോർത്തിൽ പോകുന്ന ട്രെയിനുകൾക്ക് കോട്ടയം വഴി സർവീസ് നടത്തുന്നുണ്ടോ. അപ്പോൾ ഇത് സൗത്തിൽ പോയിട്ട് സൗത്തിൽ നിന്ന് ആലപ്പുഴ വഴിയാണ് ഈ വണ്ടി തിരുവനന്തപുരത്തോട് സർവീസ് നടത്തുന്നത്. അപ്പോൾ ആ വണ്ടിയാണ് നമുക്കിപ്പോൾ കൊരട്ടിയങ്ങാടിയിൽ 4:37 സമയത്ത് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അതൊരു 3:40 ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇന്ന് ലേറ്റ് ആവുന്നുണ്ടോ. ആ സമയമൊക്കെ ആകുമ്പോഴേക്കും തൃശ്ശൂർ വിട്ടിട്ടുള്ളത് തോന്നുന്നുണ്ട് കേട്ടോ. പറഞ്ഞില്ല ഗൈസ്, ഒരു കുഞ്ഞ് സ്റ്റേഷനാണ്. അപ്പോൾ ഒരു ചെറിയ ബിൽഡിംഗ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഈ സ്റ്റേഷനുകളിലൊക്കെയും ഈ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആ വണ്ടിയുടെ ടൈം ആകുമ്പോഴേ വരുള്ളൂ തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി ഇവിടെ കുറച്ച് ടൈമിങ്സ് ഉണ്ട്, അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേഷനാണ്. ഇവിടെ ഒരു ഷെഡും ഇവിടെ ഒരു കുഞ്ഞ് ഷെഡായിട്ടുള്ളൂ. അപ്പോൾ ആ ട്രെയിനിൻ്റെ ടൈമിങ്സ് ഇവിടെ കാണാൻ പറ്റും. ആ സമയം ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ ടിക്കറ്റ് കൊടുക്കാനുള്ള ആൾ വരുള്ളൂ. നമ്മൾ ചൊവ്വര സ്റ്റേഷനിൽ മുന്നേ വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. അവിടെയും ആ സ്റ്റേഷനിൽ നടക്കും ഇങ്ങനെ തന്നെയാണ്. ഇതൊരു സ്പെഷ്യലാട്ടോ, ചർളപ്പള്ളി കൊല്ലം സ്പെഷ്യലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു എൻട്രൻസ് ബിൽഡിംഗ് എന്ന് പറയാം കേട്ടോ. എൻട്രൻസ് ബിൽഡിംഗ് തന്നെ പറയാം. ഒരു ചെറിയൊരു സ്പേസാണ്. അപ്പോൾ കൊരട്ടിയങ്ങാടിയിൽ നിന്ന് ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കറൻറ്റ്ലി ഇത് വർക്കിങ്ങിലാവുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കയറി പോകുന്നവരൊക്കെ ഒന്നിൽ സീസൺ അല്ലെങ്കിൽ മറ്റേ UTC വഴി ടിക്കറ്റ് എടുക്കുന്നവരെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം ഒരു ചെറിയ സ്റ്റോൾ ഉണ്ട്. അതുപോലെ നമ്മുടെ പഴയ കാലത്തെ ട്രെയിനിൻ്റെ ടൈമിങ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പഴയ ട്രെയിൻ ടൈമിങ്സ് അല്ല, ട്രെയിൻ നമ്പറുകളാണ്. നമ്പറുകളൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. ടൈമിങ്സ് ഒക്കെ വലിയ മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്പറുകൾ മാത്രം ട്രെയിനിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും 56,371 എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുവായൂർ എറണാകുളത്തിൻ്റെ നമ്പർ ഇപ്പോൾ 56,313 കേട്ടോ. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെമ്മൂടെ കാര്യങ്ങളിൽ നമ്പറിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഹാളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്ന ഒരു ചെറിയ സ്പേസ് ഇതാട്ടോ. ഇതാണ് സ്റ്റേഷൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത്. നമുക്കിനി അങ്ങ് മുമ്പോട്ട് നടക്കാം സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് വന്നപ്പോൾ തന്നെ 2 ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പറ്റി. ഇവിടെ ആകെ നിർത്തുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ, അതുപോലെ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ പോകുന്ന പാസഞ്ചർ. രാവിലെ അപ്പ് ആൻഡ് ഡൗൺ സർവീസ് നടത്തുന്ന പാസഞ്ചറിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെമു ഉണ്ട് കേട്ടോ. എന്താ പറയുക, രാവിലെ ഒരു മെമു പോകുന്നുണ്ട് ഷൊർണൂരിൽ നിന്ന് പുലർച്ചെ പോകുന്നൊരു മെമു, അതിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് എറണാകുളത്ത് നിന്ന് എടുക്കുന്ന പാലക്കാട് മെമു, അതിന് കൊരട്ടിയങ്ങാടിയിൽ സ്റ്റോപ്പുണ്ട്. പിന്നെ പറയുന്ന പോലെ തന്നെ വൈകിട്ട് പോകുന്ന ഷൊർണൂർ മെമു ഉണ്ട് കേട്ടോ. എറണാകുളം ഷൊർണൂർ മെമു, അതിനും കൊരട്ടിയങ്ങാടി സ്റ്റോപ്പുണ്ട്.
അതേപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ രാത്രി ഒരു എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ ഉണ്ട് 56-318, അതിനും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് പോകുന്ന എറണാകുളം പാസഞ്ചർ ഉണ്ട് 56-317, അതിനും കൊരട്ടിയങ്ങാടിയിൽ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഈ വരുന്ന ഒരു കൈൻഡ് ഓഫ് പാസഞ്ചർ ട്രെയിനുകൾക്കാണ് കൊരട്ടിയങ്ങാടി സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം നമുക്കിപ്പോൾ ദിബ്രുഗറിന് കന്യാകുമാരി പോകുന്ന നമ്മുടെ വിവേക് എക്സ്പ്രസ് അഥവാ കേരള റെയിൽ ഫാൻസ് വിളിക്കുന്ന പാൻപരാഗ് എക്സ്പ്രസ് ഇപ്പോൾ ഡിവൈൻ നഗർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് കൊരട്ടിയങ്ങാടി കേട്ടോ. നമുക്ക് അവനെ ഒരു അത്യാവശ്യം ഫ്രണ്ടിൽ നിന്ന് സ്പോട്ട് ചെയ്യാനുള്ളൊരു രീതിക്കാണ് ഞാനിപ്പോൾ മുമ്പിലേക്ക് നടക്കുന്നത്. ഗൈസ്, അങ്ങ് വിദൂരതയിൽ നിന്ന് നമ്മുടെ വിവേക് എക്സ്പ്രസ് വരാം കേട്ടോ, 22504. നമ്മുടെ വിവേക് എക്സ്പ്രസ് കൊരട്ടിയങ്ങാടി ക്രോസ് ചെയ്ത് പോയിരിക്കുക കേട്ടോ. ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ സമയം ഏതാണ്ടൊക്കെ ഇതാണ്, ലേറ്റ് ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ ട്രെയിനിൻ്റെ സമയം റെയിലിൽ മാറ്റാവുന്നുള്ളത്, കാരണം ഇപ്പോൾ യൂഷ്വലി വണ്ടി ഓടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ടൈം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കൊരട്ടിയങ്ങാടിയിൽ ഇവർ ഇറങ്ങി വരുന്ന വഴി കൂടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കയറാം കേട്ടോ. നമുക്കിപ്പോൾ ന്യൂഡൽഹി കേരള, തിരുവനന്തപുരം ന്യൂഡൽഹി കേരള സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, നമുക്ക് അത് സ്പോട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകാം. ഈ സ്റ്റേഷന് കൊരട്ടിയങ്ങാടി എന്ന് പേരിട്ടതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഈ സൈഡ് മൊത്തം കണ്ടില്ലേ നിങ്ങൾക്ക്, ഇവിടെ തൊട്ടടുത്ത് തന്നെ അവിടെ മാർക്കറ്റ് ഉള്ളത് കേട്ടോ. അതേപോലെ തന്നെ റോഡ് സൈഡിലുള്ള ഒരു സ്റ്റേഷനാണ്, റോഡ് സൈഡിൻ്റെ സൈഡിലാണ് ഈ സ്റ്റേഷനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇതാണ് സ്റ്റേഷൻ്റെ ഒരു രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ. നമ്മൾ മുമ്പിലോട്ട് പോകണമെന്ന് തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കേരളയുടെ നല്ല അടിപൊളി വിഷ്വൽ കിട്ടും. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ആ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം തിരിഞ്ഞാട്ടോ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ സ്പോട്ട് ചെയ്യണമെങ്കിൽ ആ എൻഡിൽ നിൽക്കണം കേട്ടോ. കൊരട്ടിയങ്ങാടി ബോർഡിന് അങ്ങനെ നിന്നാലാണ് കറക്റ്റ് വ്യൂ കിട്ടുക. അങ്ങനെ വന്ന് ഇപ്പുറത്തെ സൈഡിൽ അത്ര ഒരു ടേണിംഗ് ഇല്ല കേട്ടോ. കാരണം ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഭാഗം കഴിഞ്ഞിട്ടാണ് ടേണിംഗ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന കേരള നല്ല അടിപൊളിയായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. കേരളയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മുമ്പിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കൊരട്ടിയങ്ങാടി സ്റ്റേഷനിൽ ഞാൻ കണ്ടെടുത്തോളം എനിക്ക് തോന്നുന്നു ട്രെയിൻ വരുന്ന സമയത്ത് കേട്ടോ, ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിൻ വരുന്ന സമയത്ത് ടിക്കറ്റ് കൊടുക്കാൻ അവിടെ ആൾ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു അവസ്ഥ കൊണ്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ അവിടെ ആരുമില്ലെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോകുന്നവർ ഒന്നിൽ സീസൺ ടിക്കറ്റ് ഉള്ളവരാവും, അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഉപകാരപ്പെടുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എറണാകുളം സൈഡിലേക്ക് പോകുന്നവരോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പാലക്കാടോ ഷൊർണൂരോ ആ സൈഡിലേക്ക് പോകുന്നവരോ ഈസി ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് UTS അല്ലെങ്കിൽ റെയിൽ വൺ എന്ന് പറഞ്ഞ ആപ്പ് വെച്ച് ടിക്കറ്റ് എടുക്കാം കേട്ടോ. UTSൽ ഇവിടെ നിന്ന് തൃശ്ശൂരിലോട്ടാണെങ്കിൽ കൊരട്ടിയങ്ങാടി തൃശ്ശൂർക്ക് 10 രൂപയാണ്. പിന്നെ പാലക്കാട് പോകുന്ന മെമൂലാണെങ്കിൽ 30 രൂപ. അതുപോലെ ഷൊർണൂർ പോകുന്ന മെമൂലേക്ക് 20 രൂപ കേട്ടോ ഷൊർണൂരിൽ പോകാൻ. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ ഗുരുവായൂർ പാസഞ്ചറിന് കേട്ടോ. ഈ പറഞ്ഞ മെമുവും ഗുരുവായൂർ പാസഞ്ചറൊക്കെ ഉണ്ട്. അതിനെനിക്ക് തോന്നുന്നു 10 രൂപയാണ് ഇവിടെ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്കുള്ള ചാർജ് തോന്നുന്നു കേട്ടോ. 10 രൂപയാണ് ചാർജ്. അപ്പോൾ ആ ഒരു നിരക്ക് നിങ്ങൾ ചിലവഴിക്കുകയാണെങ്കിൽ UTSോ റെയിൽ വണ്ണോ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ നിന്ന് യാത്ര ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമുക്ക് കേരള സൂപ്പർ ഫാസ്റ്റ് വരാം കേട്ടോ. തിരുവനന്തപുരം സെൻട്രൽ ന്യൂഡൽഹി കേരള സൂപ്പർ ഫാസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. 12625 നല്ല സ്പീഡിൽ തന്നെ കേട്ടോ വരുന്നത് കേരള. കേരള എക്സ്പ്രസ് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ലെജൻഡറി വണ്ടിയാണ്, സദേൺ റെയിൽവേയുടെ ലെജൻഡറി വണ്ടിയായ തിരുവനന്തപുരം ന്യൂഡൽഹി കേരള സൂപ്പർ ഫാസ്റ്റ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ അത്യാവശ്യം നല്ലോണ രീതിക്ക് തിരുവനന്തപുരത്തിന് തൃശ്ശൂരിൽ വന്നിട്ടുള്ള ഒരു ട്രെയിനാട്ടോ ഇത്. അങ്ങനെ നമ്മുടെ കേരള കടന്നു പോയിരിക്കുകയാണ് കൊരട്ടിയങ്ങാടി. നമുക്ക് ഈ ട്രെയിനിൻ്റെ ടൈമിങ്സ് അല്ലെങ്കിൽ ട്രെയിൻ എവിടം വരെ എത്തിയെന്ന് അറിയാനുള്ളത് കുറേ ആപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇവിടെ ഈ കൊരട്ടിയങ്ങാടിയിൽ ഞാനിപ്പോൾ ഉള്ളപ്പോൾ ഞാൻ ആലുവ ആട്ടോ എൻ്റെ സ്റ്റേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ലൈവ് സ്റ്റേഷൻ ആലുവ കൊടുക്കും. AW എന്നാണ് ആലുവയുടെ കോഡ്. ആലുവ കൊടുത്തു കഴിഞ്ഞാൽ ആലുവയിൽ ഏതൊക്കെ ട്രെയിൻ ഇപ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൽ വന്ന് പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ട്രെയിൻ സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും വരാറ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പോൾ ട്രെയിൻ ട്രാക്ക് ചെയ്യണമെങ്കിൽ പോലും വേരിസ്മൈ ട്രെയിൻ ഉണ്ട്, റെയിൽ വൺ ഉണ്ട്, അതുപോലെ IRCTCയുടെ NTES ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിൻ ട്രാക്ക് ചെയ്യാം. ഒരു അത്യാവശ്യം എനിക്ക് ആക്യുറേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും ആ ഒരു സമയം നോക്കി പ്ലാൻ ചെയ്ത് ഇറങ്ങുക. ഇതിൽ നിങ്ങൾക്ക് ട്രെയിൻ ട്രാക്ക് ചെയ്യാനും പറ്റും.
ഞാനേ എന്തെങ്കിലും ഒന്ന് കുടിക്കാനായിട്ട് പോവാം കേട്ടോ. ഭയങ്കര ദാഹം. ഇവിടെ ഞാൻ കയ്യിൽ വെള്ളമൊന്നും എടുത്തില്ല, ധൃതിയിൽ ഇറങ്ങിയോണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ കൊരട്ടി അങ്ങാടി സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ കടകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാർക്കിങ്ങിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ നിങ്ങൾക്ക് വന്ന വഴി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അറ്റത്തെത്തിയിരിക്കുക കേട്ടോ സ്റ്റേഷൻ്റെ. ഇതേ ബോർഡ് കണ്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇത് കൂടെ ഇറങ്ങി നമ്മളൊന്ന് പുറത്ത് പോയിട്ടേ എന്തെങ്കിലും നമുക്കൊന്ന് കുടിച്ചിട്ട് വരാം കേട്ടോ. അവിടെ സ്റ്റെപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇറങ്ങേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. ഇതാണ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട വഴി. ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ബൈക്ക് പാർക്കിംഗ് ഒക്കെ ഉള്ളത് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ ബൈക്ക് പാർക്കിംഗ് കേട്ടോ. ഈ ഡെയിലിയും ഇവിടെ നിന്ന് ഓഫീസിൽ പോയിട്ട് വരുന്നവരൊക്കെ ബൈക്ക് വെക്കുന്ന ഒരു സ്ഥലമാട്ടോ, ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഔട്ടർ ഭാഗമാണ് ഇപ്പോൾ ഇത്. നമ്മളിപ്പോൾ എന്തെങ്കിലും കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. LTT എറണാകുളം എക്സ്പ്രസ് കിട്ടിയിരിക്കാട്ടോ നമുക്ക്. ദുരന്തമാണ് പോകുന്നത്. നമുക്ക് ദുരന്തോ സ്പോട്ട് ചെയ്യാൻ പറ്റിയിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ച് നേരെ കയറി വരുമ്പോൾ നമുക്ക് കിട്ടിയ സ്പോട്ടിങ് ആട്ടോ LTT എറണാകുളം ദുരന്തോ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് അകത്തി കയറിയുള്ളൂ കേട്ടോ. കയറി ഉടനെ നല്ല അട്ടിച്ച് പറപ്പിച്ച് നമ്മുടെ കൊരട്ടി സ്കിപ്പ് ചെയ്ത് പോയിരുന്നു നമ്മുടെ ദുരന്തോ എക്സ്പ്രസ്. അപ്പോൾ ദുരന്തോ ഞാൻ എന്താ പറയുക, ഒരു അപ്രതീക്ഷിതമായി കിട്ടിയ ട്രെയിൻ സ്പോട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സ്പോട്ട് ചെയ്യാൻ പറ്റിയ ദുരന്തോ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് വരുന്ന ട്രെയിനുകൾ അടുത്തത് ഓരോന്നായിട്ട് സ്പോട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്കുള്ളത് എറണാകുളത്തിൽ നിന്ന് തൃശ്ശൂർ സൈഡിലേക്ക് ഇപ്പോൾ കുറച്ച് ട്രെയിനുകളുണ്ട് കേട്ടോ. അത് നമുക്ക് ഓരോന്നായിട്ട് സ്പോട്ട് ചെയ്യാം. നമുക്കൊരു ട്രെയിനിൻ്റെ സ്പോട്ടിങ് മിസ് ചെയ്തിരിക്കുക കേട്ടോ. ഇത് എറണാകുളം SMVT എക്സ്പ്രസ് ആണ്, സൂപ്പർ ഫാസ്റ്റ് ആണ്. നമുക്ക് മിസ് ചെയ്തിരിക്കുകയാണ്. കേട്ടോ. എറണാകുളം SMVT സൂപ്പർ ഫാസ്റ്റ് നമുക്ക് മിസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ബ്രേക്കിൽ നമുക്ക് 2 ട്രെയിനും ഒരു ഗ്യാപ്പിലാണ് കിട്ടണത് കേട്ടോ. ഇപ്പുറത്തുനിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ് ആ വണ്ടി. ഒരു സൺസെറ്റൊക്കെ ആവാൻ നേരത്ത് നമ്മുടെ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ അറ്റത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊരട്ടി അങ്ങാടി ബോർഡൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നേരെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടന്ന നാഷണൽ ഹൈവേ ആട്ടോ. റോഡ് മാർഗ്ഗമാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ റെയിൽവേ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പതുക്കെ ക്രോസ് ചെയ്ത് നമ്മുടെ ടുവേർഡ്സ് പാലക്കാട് സൈഡിൽ അങ്ങ് ആ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാം കേട്ടോ. കാരണം ഇപ്പോൾ കുറച്ച് ട്രെയിനുകൾ നമുക്ക് ആ സൈഡിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കൊരട്ടി അങ്ങാടിയുടെ ക്രോസിങ്. കറക്റ്റ് ആ ഒരു മിഡ് ഏരിയ കാണാൻ അടിപൊളിയല്ലേ? ആ ഫ്രെയിം നിങ്ങൾ നോക്കിയേ. ഒരു ട്രാക്കിൻ്റെ ഇടയിൽ 2 സ്റ്റേഷൻ കാണാൻ നല്ല രസമാണ്. റിസർവ് ടൈപ്പ് ഏരിയ കേട്ടോ. അധികം ആൾക്കാരൊന്നും കാണാനില്ല. കുറച്ച് ആൾക്കാർ, നടക്കുന്ന ആൾക്കാർ മാത്രമേ നമ്മുടെ സ്റ്റേഷനിലുള്ളൂ കേട്ടോ. നടക്കാൻ വരുന്ന കുറച്ച് ആൾക്കാർ, പിന്നെ കുറച്ച് പേര് ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സ്റ്റേഷൻ പിടിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. കൊരട്ടി അങ്ങാടി ഒന്നും അങ്ങനെ ആരും വന്നങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും തോന്നില്ല. കാരണം നമ്മളൊക്കെ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്തും അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ തൃശ്ശൂർ ഇങ്ങനെ ആ സൈഡിലോട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ പാസ് ചെയ്യുന്ന ഒരു സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ അധികം പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ വീഡിയോ ഇടുമ്പോഴാണ് കുറച്ച് ആൾക്കാർക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഈ സ്റ്റേഷൻ എന്താണ്, ഇവിടെ എങ്ങനെയൊക്കെ നമുക്ക് ട്രെയിനുകൾ ഏതൊക്കെ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ നിന്ന് പോകുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണ്. ഇവിടെ നിന്ന് ഈ ജോലിക്ക് പോകുന്നവർക്ക് സ്ഥിരം ഇവിടെ നിന്ന് പോകുന്ന ട്രെയിനുകൾ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പാസഞ്ചർ മെമ്മോ ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ കുറച്ച് പേർക്കൊന്നും അറിയണ്ടാവില്ല. കുറേ പേരൊക്കെ ബസ് മാർഗം പോകുന്നുണ്ടാവും. അപ്പോൾ രാവിലെ നമുക്കൊരു 8 മണി 8:15 സമയത്തൊക്കെ തൃശ്ശൂരിൽ നിന്ന് ഭാഗത്തു നിന്നൊക്കെ വരുന്ന ട്രെയിനൊക്കെ നമ്മുടെ കൊരട്ടി ഒരു 8:30 ആ റേഞ്ചൊക്കെ അടുപ്പിച്ച് കൊരട്ടി എത്തുന്ന പാസഞ്ചറുകളൊക്കെ ഉണ്ട് കേട്ടോ. ചാലക്കുടി ഡിവൈനഗർ കഴിഞ്ഞ് കൊരട്ടി എത്തുന്ന പാസഞ്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എറണാകുളം പോവാം. അതേപോലെ തന്നെ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് വൈകിട്ട് 5:40 ഒരു ഷൊർണൂർ മെമു ഉണ്ട് കേട്ടോ. എറണാകുളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ജംഗ്ഷനിൽ നിന്ന്. അപ്പോൾ അതിന് കയറുന്നവർക്കും ഒരു 6:20 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊരട്ടി എത്തിച്ചേരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ജോലിക്ക് പോയി വരുന്നവർക്കൊക്കെ ഈ ഒരു പാസഞ്ചറും ഈ മെമു ട്രെയിനൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ സ്റ്റേഷനിൽ ഇവിടെ ഈ പരിസരത്ത് വീടുള്ളവർ, ഈ കൊരട്ടി ഭാഗം കറുകുറ്റി ഭാഗം അവിടെയൊക്കെ സ്റ്റോപ്പുള്ള ട്രെയിനുകളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ ഇറങ്ങാം കേട്ടോ. ഡിവൈൻ നഗറും ഈ പറഞ്ഞ ട്രെയിനിക്ക് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം ഈ ട്രെയിൻ. അതുപോലെ ഈ സ്റ്റേഷനിൽ വണ്ടി നിർത്തില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആവട്ടെ, ഇവിടെ നിർത്തുന്ന വണ്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
നമ്മുടെ ഗുരുവായൂർ പാസഞ്ചർ, അതുപോലെ ഷൊർണൂർ എറണാകുളം മെമു, എറണാകുളം പാലക്കാട് മെമു, ഇത്രയും വണ്ടികൾക്ക് കൊരട്ടിയിൽ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റേഷൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഞാൻ കണ്ടു. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കേട്ടോ ആ തിരിവില്ലേ, നമ്മുടെ സ്റ്റേഷൻ ആ തിരിഞ്ഞ് പോകുന്ന ഭാഗം നിങ്ങൾക്ക് കാണാനില്ലേ, അവിടെ അറ്റത്തൊരു സിഗ്നൽ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഏരിയയിലുള്ള സിഗ്നൽ എന്ന് പറയുമ്പോൾ ദൂരെ കാണുന്ന ഒരു ഔട്ടർ സിഗ്നലാണ് കേട്ടോ. അങ്ങനെ 3 സിഗ്നൽ ഇപ്പോൾ എനിക്ക് പരിസരത്ത് കാണാനുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് ഈ ഒരു മെയിൻ ലൈനും ലൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 മെയിനാണ്. ലൂപ്പ് ലൈൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മെയിൻ ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു സ്റ്റേഷനിൽ നിന്ന് ലൂപ്പ് കവർ ചെയ്ത് മെയിനിലോട്ട് കയറുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് കേട്ടോ അധികം സിഗ്നൽസ് ഇല്ലാത്തത്. നമ്മൾ പുതുക്കാട് സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ടാവും 2 മെയിൻ ലൈന് പിന്നെ 2 ലൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ലൂപ്പിൽ നിന്ന് മെയിനിൽ കയറുന്ന ഒരു സ്പീഡിലേക്ക് കേട്ടോ, ഒരു സ്പീഡിലേക്ക് കയറുള്ളൂ. അപ്പോൾ അതിനൊക്കെ കുറച്ച് നമുക്ക് സിഗ്നലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ആ ട്രെയിൻ സ്പോട്ടിങ് പുതുക്കാട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം, ആ സിഗ്നലിലെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. നമ്മുടെ ട്രെയിൻ ഞാനിപ്പോൾ നോക്കിയിട്ടോ, നമ്മുടെ ട്രെയിൻ കറുകുറ്റി കഴിഞ്ഞു കേട്ടോ. കറുകുറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിഗ്നൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 4 കിലോമീറ്റർ കേട്ടോ കറുകുറ്റി ടു കൊരട്ടിയങ്ങാടി ഡിസ്റ്റൻസ് ഉള്ളൂ, 5 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എത്തിയപ്പോൾ ഇവിടുത്തെ മെയിൻ ലൈനിൽ സിഗ്നൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പി ആട്ടോ, ആലപ്പുഴ ചെന്നൈ സൂപ്പർ ഫാസ്റ്റാണ് വരുന്നത്. നമുക്കതിപ്പോൾ എന്തായാലും കൊരട്ടിയങ്ങാടിയിൽ നമുക്കിപ്പോൾ സ്പോട്ട് ചെയ്യാം. വണ്ടി കറുകുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആലപ്പി ചെന്നൈക്ക് P7 ആട്ടോ, റോയപുരം P7ലാണ് ആലപ്പി ചെന്നൈ വരുന്നത്. ആ ബോർഡും നമ്മുടെ ആലപ്പി ചെന്നൈയും അത് കളിക്ക്. അങ്ങനെ നമ്മുടെ 22640 കൊരട്ടി അങ്ങാടി കഴിഞ്ഞ് പോയിരിക്കുക കേട്ടോ. ഇന്ന് നമുക്കൊരു RPM ആണ്, റോയപുരത്തിൻ്റെ P7 ആണ് നമ്മുടെ ലോക്കോ കേട്ടോ. അപ്പോൾ നമുക്ക് അതും ഒരു ഓഫ് ലിങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ഓഫ് ലിങ്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് P7 പോകാറുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഇന്ന് നമുക്കൊരു ഭാഗ്യമാണ് P7 സ്പോട്ട് ചെയ്യാൻ പറ്റിയത്. കുറച്ച് കാലത്തേക്കും കൂടെ ഉള്ളൂ കേട്ടോ നമ്മുടെ 22640, 22639, 12696, 12695 ICF റേക്കിലുള്ളത്. ഫെബ്രുവരി ആട്ടോ ശരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്, ജാനുവരിയിലാണ് ഈ ട്രെയിനുകൾ LSB ആവുന്നുള്ളത്. പക്ഷേ അതൊന്ന് പോസ്റ്റ്പോൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റും അതുപോലെ ആലപ്പി ചെന്നൈ സൂപ്പർ ഫാസ്റ്റും റേക്ക് ഷെയറിങ്ങുള്ള ഈ ട്രെയിനുകൾ ഫെബ്രുവരി 1, 2, 3 ആ ഒരു ടൈം ഗ്യാപ്പിലാണ് LSB ആയിട്ട് ഓടിത്തുടങ്ങാമെന്നാണ് ഇപ്പോൾ കിട്ടിയ ഒരു അറിവ് കേട്ടോ. കാരണം ജനുവരി 18 എങ്ങാണ്ടാണ് പറഞ്ഞിരുന്നത്, അത് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മുടെ കൊല്ലം ചെന്നൈ എഗ്മോർ മെയിൽ അത് LSB ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒഫീഷ്യൽ റൺ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പോകാൻ പറ്റിയില്ല, പക്ഷേ ഞാനിൽ നിന്നൊരു യാത്ര ചെയ്യണ്ടാവും കേട്ടോ. കുറച്ച് ട്രെയിനുകൾ LSB ആയതൊന്നും ഞാൻ കയറിയിട്ടില്ല, അതിലൊക്കെ ഞാൻ വൈകാണ്ട് തന്നെ ഓരോ യാത്രകളായിട്ട് ചെയ്യണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പോയ ആലപ്പി ചെന്നൈ ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പറഞ്ഞ ആ ഡേറ്റിൽ, അതിനുശേഷം നമ്മൾ പിന്നെ ICF റേക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ICF റേക്കിൻ്റെ ലാസ്റ്റ് കുറച്ച് കാലങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചെന്നൈ ആലപ്പി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇത് എറണാകുളം ബിലാസ്പൂർ കേട്ടോ. നമ്മളത് പോയപ്പോൾ തന്നെ എറണാകുളം ബിലാസ്പൂർ വന്നിരിക്കുകയാണ്. സ്ലോ ആയിട്ടാട്ടോ പോകുന്നത്. ടാറ്റാനഗറിന്റെ P7 ആണ് കേട്ടോ ബിലാസ്പൂർ, എറണാകുളം ബിലാസ്പൂരിന്റെ ലോക്കോ പോകുന്നത്. നമുക്ക് പതുക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്രോസ് ചെയ്ത് പതുക്കെ നമ്മുടെ വണ്ടി അവിടെ നിന്ന് അടുത്തുനിന്ന് എടുക്കാം കേട്ടോ. നമ്മളിത് ക്രോസ് ചെയ്ത് വന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിരിക്കുക കേട്ടോ സ്പോട്ട് ചെയ്യാനായിട്ട്. എന്താണെന്നറിയില്ല, പതുക്കെയാണ് പോകുന്നത്. ടാറ്റാനഗറിന്റെ P7 ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ടാറ്റാനഗറിന്റെ P7 എറണാകുളം ടാറ്റാനഗർ അല്ലാണ്ട് ഒരു ലിങ്ക് പോയി കാണുന്നത് കേട്ടോ. പതുക്കെയാണിത് കൊരട്ടി അങ്ങാടി സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നത്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ തൃശ്ശൂർ വരെയൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒന്ന് കാലിടിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ വണ്ടിയിൽ. അങ്ങനെ ബിലാസ്പൂർ, എറണാകുളം ബിലാസ്പൂർ പോയിരിക്കുക കേട്ടോ. ഈ ട്രെയിൻ പോയിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ സിഗ്നൽ മാറും കേട്ടോ. അത് എനിക്ക് തോന്നുന്നു അത് ഔട്ടർ സിഗ്നൽ കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇവിടുത്തെ സിഗ്നൽ ചേഞ്ച് ആവാതെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. 6:20 ആകുമ്പോൾ തന്നെ നേരെ നല്ലോണം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ ലൈറ്റൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇപ്പോൾ സ്റ്റേഷൻ ഈ സമയത്ത് കാണാനായിട്ട്, സത്യമായിട്ടും പറയാമല്ലോ. അപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ട്രെയിനും കൂടെ നമ്മളിവിടെ നിൽക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഇവിടെ നിന്ന് ബസ് കയറാൻ നല്ലോണം ദൂരം പോകണം. അപ്പോൾ ഞാൻ വിചാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 66320 കയറി പോയാലോ എന്നുള്ളൊരു ആലോചന ഉണ്ട് കേട്ടോ മെമ്മൂല്.
മിക്കതും ഞാൻ അതിൽ കയറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും ഒരു 2-3 ട്രെയിനും കൂടെ അവിടെ സ്പോട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കൊരട്ടിയങ്ങാടി സ്റ്റേഷനിൽ. 163.07 കേട്ടോ. നമ്മുടെ എക്സിക്യൂട്ടീവ് വരികയാണ് ആലപ്പി കനലൂർ. അത് നമുക്കിത് ഇവിടെ കൊരട്ടിയങ്ങാടിയിൽ ഇപ്പോൾ വന്ന് കയറാൻ പോകാട്ടോ. ഈ സിഗ്നൽ വീണിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടോ. 5 മിനിറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ട്രെയിൻ ഇതാ വരണത്. അപ്പോൾ ഇതിനും P7 തന്നെയാട്ടോ ലോക്കോ. നല്ല തിരക്കുണ്ട് കേട്ടോ ട്രെയിനിൽ. നല്ലോണം ഫുള്ളായിട്ടാണ് ട്രെയിൻ പോകുന്നത്. നല്ല തിരക്കുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവിൽ ഇപ്പോൾ ഈ സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിൻ വരണ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ടിക്കറ്റ് കൊടുക്കാനുള്ള ആൾ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇവിടെ മെമു വരാറായിട്ടുണ്ട് 66320. അപ്പോൾ അതിന് 1 മണിക്കൂർ മുന്നേ ഇവിടെ ആൾ വന്നിരുന്നിട്ടുണ്ട് ടിക്കറ്റ് കൊടുക്കാനായിട്ട്. സ്റ്റേഷൻ തുറന്നു വിട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഈ വഴി കൂടെ ഇറങ്ങി അങ്ങോട്ട് ചെന്ന് ടിക്കറ്റ് എടുക്കണവർക്ക് സമയത്തിന് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈൻ സിസ്റ്റം ഉണ്ട്, UTS റെയിൽ 1. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു ചെറിയ എൻട്രൻസ് കവാടം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. രാജധാനി ആട്ടോ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി നമുക്ക് പെട്ടെന്ന് കിട്ടിട്ടോ കൊരട്ടിയിൽ വെച്ചിട്ട്. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കണ്ടില്ല, പെട്ടെന്നുള്ള സ്പോട്ടിംഗ് ആണ്. നമ്മൾ പോകാനുള്ള ട്രെയിൻ എത്തിയിരിക്കാട്ടോ. നമ്മൾ മെമുവിലാണ് കയറി പോണത്. ഭയങ്കര തിരക്കാട്ടോ ഇലക്ഷനായതുകൊണ്ട് തന്നെ. 66320 മെമുവിൽ കൊരട്ടി വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കയറി പോകാൻ പോവാണ് തൃശ്ശൂരിലോട്ട്. എങ്ങനെ കയറുന്നറിയില്ല, അമ്മാര് തിരക്കാട്ടോ. കണ്ടിട്ട് ബോധം പോകുന്നുണ്ട്, അമ്മാര് തിരക്കാ കയറിയിരിക്കണേ. അപ്പോൾ ഇനി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി തോന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം കേട്ടോ. നമ്മളിതിൽ കയറി തൃശ്ശൂർ പോവാണ്. അപ്പോൾ നമ്മൾ കൊരട്ടിയങ്ങാടിയിൽ ഒന്ന് ചെറിയ രീതിക്ക് ഒരു ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ നടത്തിയിരിക്കുക കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി ഒരു 4:35 ആകുമ്പോൾ നമ്മൾ കൊരട്ടിയങ്ങാടി സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് JS-നെയാണ് സ്പോട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമുക്ക് സ്റ്റേഷൻ അത്യാവശ്യമൊക്കെ നടന്നൊന്ന് കണ്ടു. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ട്രെയിനുകൾ കിട്ടി. കേരള എക്സ്പ്രസ് കിട്ടി, ബിലാസ്പൂർ കിട്ടി, പിന്നെ ദുരന്തോ കിട്ടി. മെയിനായിട്ട് ദുരന്തോ ഒക്കെ കിട്ടിയതാട്ടോ. ആലപ്പി ചെന്നൈ കിട്ടി. അങ്ങനെ അത്യാവശ്യം ട്രെയിനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ട്രെയിനുകളുടെ വീഡിയോ ഒക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് അതെന്തായാലും അറിയിക്കുക കേട്ടോ. കമൻസ് രേഖപ്പെടുത്തണം വീഡിയോയിൽ. അതാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോ കൂടുതൽ ഇമ്പ്രൂവ് ആക്കാനുള്ളൊരു പ്രചോദനമായിട്ട് കിട്ടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും പാക്കലാം ഗൈസ്. ബൈ ഫ്രം കൊരട്ടി അങ്ങാടി.